ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ എന്താ വിടാത്തത് നമ്മളെ രണ്ട് കൂട്ടുകാരത്തികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിട്ട് നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെ രാവിലെ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം രണ്ടാം പെരുന്നാൾക്ക് രാവിലെ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു ടൂർ വെക്കും നിൽക്കായിട്ട് ഞങ്ങൾ പോയിന്ന്. അപ്പോൾ രാത്രി 11 മണിക്ക് കണ്ട് എത്തിയപ്പോൾ അപ്പോൾ എടുത്തച്ച വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ പിന്നെ മേടിച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ടൈം ഉണ്ടാവില്ല. സംസാരം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഇടും കേട്ടോ. അതാണ് എൻ്റെ അവസ്ഥ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെയുള്ള പണികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ടൊക്കെ ഇങ്ങനെ ടൈം പോവും. പിന്നെ നമുക്ക് പഴംപൊരി എല്ലാം ഉണ്ടാക്കി. ഞാൻ നീച്ചത് ഒരു 4:15-നാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഒരുപാട് നേരം വൈകുന്നിട്ടൊക്കെ ഇടുന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കുട്ടികളൊക്കെ കൊണ്ടൊക്കെ പോയി വന്ന് നമ്മൾ ഓരോന്ന് രാവിലേക്കൊക്കെ ഉള്ള കൊരിക്കലൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ നേരെ ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ രാവിലെ ഞാൻ ഒരു 4:15-നാകുമ്പോൾ തന്നെ നീച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാതും നമ്മളൊരാൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ പെരുന്നാളൊക്കെ ആകുമ്പോൾ നേരത്തെ ഒരു 8:30 ഒക്കെ ആകുമ്പോൾ തന്നെ കുളിയൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 4:15-ആകുമ്പോൾ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നീച്ചിക്കാണ്ട് എളുപ്പം അടുക്കളയൊക്കെ വന്നുങ്ങാണ്ട് ഇതൊക്കെ ചെയ്യണ്ട. ആദ്യമൊക്കെ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴം നല്ല പഴുത്തതാണെങ്കിൽ തോലോട് കൂടി കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ പഴുക്കാത്തതാവുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ തോലോട് കൂടി കട്ട് ചെയ്ത് കൊണ്ട് അതിൻ്റെ തോല കൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഉഷാറായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദയൊക്കെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും ചേർത്തുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ അതുപോലെ പഞ്ചസാര ഇട്ടെടുത്ത് ഏലക്കാപ്പൊടി കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കോഴിമുട്ടയും ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കൈ കൊണ്ടുള്ള അടിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഒരു ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചുട്ടെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ കുറച്ച് ദോശയും ചുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ബീഫ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 ഭാഗം അര ഭാഗത്തോളം വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ളത് കണ്ട് റെഡിയാക്കി എടുക്കണം. പിന്നെ ഞാൻ ഈ ചായ ഉണ്ടാക്കുന്നത് ഒരു കാൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് നോമ്പ് കഴിഞ്ഞില്ലേ, പെരുന്നാളായില്ലേ. അപ്പോൾ രാവിലെ ഇനി ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു ഉഷാറുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം നമുക്ക് രാവിലെ എന്തോ പോലെയാണല്ലേ. രാവിലെ ഈ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഞാനിതാ കുറച്ച് ദോശ ഉണ്ടാക്കണം. എന്താ വെച്ചാൽ ഇന്നലെ നോമ്പെടുക്കണ സമയത്ത് നേരം വൈകി അടുക്കളയൊക്കെ വന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കടികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എണ്ണക്കടി വാങ്ങുക അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പെരുന്നാളല്ല. അപ്പോൾ രാവിലെ തന്നെ എണ്ണക്കടി വേണ്ട പറഞ്ഞു. അപ്പം പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ബ്രെഡോ പഴം എന്തെങ്കിലുമൊക്കെ കുറച്ച് പൊരിക്കും. പിന്നെ ഇതുപോലെ ദോശയോ പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിക്കുകയും ചെയ്യണം. പിന്നെ ബീഫ് ഉണ്ടാക്കണം. അതൊക്കെ ഉണ്ട്. അപ്പോൾ ദോശ ഞാൻ ധൃതിയിൽ കണ്ട് തുറന്ന പാടെടുത്തിട്ട് മുറിഞ്ഞു പോകുന്നതാണ് കേട്ടോ. അല്ല അടി പിടിക്കുകയൊക്കെ കേടരി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ദോശക്ക് പുളിങ്കറി കൂട്ടിയിട്ട് ഇന്നലെ തന്നെ നോമ്പറക്കുമ്പോൾ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ പറഞ്ഞ് ദോശയ്ക്ക് അല്ല പുളിങ്കറി ഉണ്ടല്ലോ, ചേനയും കുമ്പളനും കറി, അത് കൂട്ടിയിട്ട് കഴിക്കണം ദോശ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ദോശയും കുറച്ച് ഉണ്ടാക്കിയിട്ടോ. പിന്നെ ബീഫും ഒക്കെ കൂട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ. അപ്പോൾ അതാ പഴംപൊരി പിന്നെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം കേട്ടോ ബാങ്ക് കൊടുത്തത്. സുബൈ ബാങ്ക് കൊടുത്ത് ദോശയും കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നാൽ കുറേശ്ശെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൻ്റെ ശേഷം ഞാൻ പഴം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് മാവൊക്കെ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പഴംപൊരി. കൈകൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കോഴിമുട്ട ചേർക്കണമെന്നില്ല ഇല്ല കേട്ടോ. കോഴിമുട്ട ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് പകരം കുറച്ച് സോഡാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റുള്ള അടിപൊളിയായിട്ടുള്ള പഴംപൊരിയൊക്കെ റെഡിയാക്കി എടുത്ത് ബാക്കി കുറച്ച് മാവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറുപഴം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപഴം കുറച്ച് പഴുത്ത പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിക്കോണ്ട് ഞവണ്ടി കൊടുത്ത് കണ്ട് അതും കൂടി ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അതും കണ്ടില്ല നല്ല ഉണ്ട പോലെ കണ്ട് വീർത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഇന്നലെ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാലയും ഒക്കെ ചേർത്തുകൊണ്ട് നല്ല കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സുർക്കയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. ഇതിനെ കളറിൻ്റെ ഒക്കെ ആവശ്യമില്ല. അതന്നെ ചേർത്താൽ കുറച്ച് ഭംഗി ഉണ്ടാവും കാണാനൊക്കെ. പിന്നെ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലൊക്കെ കളറൊന്നും അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെയൊന്നും ചേർക്കലില്ല കേട്ടോ. ഉണ്ടെങ്കിൽ തന്നെ ചേർക്കലൊന്നുമില്ല.
പിന്നെ ഞാൻ അടുപ്പത്താണ് കേട്ടോ ചോറ് വെക്കുന്നത്. അതും നല്ല കുറുവരി റേഷൻ കടൻ്റെ അരി ഒന്നുമല്ല വെക്കുന്നത്, പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ പെരുന്നാളായിട്ട് നമ്മൾ സാധാ ചോറ് അങ്ങനെ ഉണ്ടാക്കലില്ല. അല്ലേ പെരുന്നാൾക്ക് മന്തിയോ ബിരിയാണി എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം പെരുന്നാൾക്ക് കുട്ടികളാണെങ്കിലും ഒക്കെ ആണെങ്കിലൊക്കെ പറഞ്ഞത് വെറും ചോറ് മതി, ബിരിയാണി മന്തി ഒന്നും വേണ്ട. ഒക്കെ ഈ നോമ്പിനൊക്കെ ഒക്കെ കഴിച്ചിട്ടും ഇവിടുന്ന് കിട്ടിയിട്ടൊക്കെ ആയിട്ട് ആർക്കും അങ്ങനെ ഒരു ആവശ്യമില്ല കേട്ടോ പെരുന്നാൾക്ക് എന്തെങ്കിലും വേണമെന്നുള്ളത്. അപ്പോൾ എനിക്കാണെങ്കിലോ ബിരിയാണിയോ മന്തി എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അന്ന് എളുപ്പപ്പണിയല്ലേ. അപ്പോൾ ഈ വെറും ചോറാകുമ്പോൾ തന്നെ അതിക്ക് കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരമാവും, മടിയാണ്. അപ്പോൾ എന്തെങ്കിലും മന്തി ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇക്കാക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ സാധാ ചോറ് തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, മറ്റേ അടുപ്പത്ത് ചട്ടിയിൽ ബീഫും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു പകുതിയോളം വേവിച്ച് വെച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ, അത് നമ്മൾ ചട്ടിയിൽ കൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കത്തിച്ചിട്ട് ഇങ്ങോട്ട് വറ്റിച്ചിട്ട് ഇങ്ങോട്ട് വരട്ടി ഇങ്ങോട്ട് ഇടിക്കാൻ കേട്ടോ. നല്ല രുചി ഉണ്ടായിരുന്നു ആ ബീഫിന്. അപ്പം ഇന്നലെ ഞാനൊരു ചെറുതായിട്ടൊരു ഒരു 1/4 ഭാഗം വേവ് വേവിച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കാണാൻ കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, ഒരു തക്കാളിയും ചെറിയൊരു ഉള്ളി കേട്ടോ, അതും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും കറിവേപ്പിലയും വലിയ പൊടികളും കുറേശ്ശൊക്കെ ഇട്ടുകാണ്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിങ്ങാണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കാണ്. കുറച്ച് ഉലുവയും കൂടി ചേർത്തിക്കണം. ഇനി അത് നന്നായിട്ട് കത്തി തിളച്ചിട്ട് വെന്തിട്ട് ഉള്ളിയും തക്കാളി എന്തായാലും ഒന്നും കാണാൻ പാടില്ല, നല്ലതായിട്ട് വെന്ത് ഉഷാറായിട്ട്. കൂടുതലായിട്ട് ഉള്ളിയും തക്കാളി ഇടും ചെയ്യരുത്, വരട്ടണേൽ തീരെ ഇടാതെ എടുക്കും കേട്ടോ. അപ്പം നല്ല കറുപ്പ് കളറും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായതിന് ശേഷം ലാസ്റ്റ് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് തൂമിച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഉഷാറാവട്ടെ ബീഫ്. അപ്പം ഞാനിത് ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ ചെയ്താൽ മതി തന്നെ. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കില്ല, അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വരട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പിന്നെ അതുപോലെ ചെയ്തു. അപ്പോൾ അത് അടിപൊളി ബീഫായിരുന്നു കേട്ടോ, സൂപ്പർ ചെയ്യുന്നു. പിന്നെ നമുക്ക് പെരുന്നാരാവിന് കിട്ടിയതായിരുന്നു. അപ്പോൾ നല്ല സൂപ്പർ ചെയ്ത്. അപ്പോൾ ഞാനിത് ഏകദേശം ഇത് വെന്ത് റെഡിയായി വരുന്ന സമയത്ത് ഇഞ്ചും വെളുത്തുള്ളിയും കുറച്ച് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ചെറിയ തീയിൽ കിടന്നുകൊണ്ട് ഞാനിട്ട് വെന്തൊന്നും കൂടി ഉണ്ട് സെറ്റ് ആവണം കേട്ടോ. അപ്പം ഇനി ലാസ്റ്റ് കഴിക്കാൻ നേരത്തൊന്നും കൂടി നമുക്ക് ആ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് കറിവേപ്പിലും മല്ലിയിലയും ഒപ്പലഞ്ച് വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചിക്കാണ്ട് കണ്ട് ഇട്ട് കൊടുക്കുക. അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഒന്ന് ഒഴിച്ചെടുത്ത് ഒന്നും ചൂടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ചൂടുള്ള അടുപ്പത്ത് തന്നെ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ചോറും ബീഫും അങ്ങനെ അടുപ്പത്ത് അവിടെ വെച്ചിങ്ങാണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിവിടെ ഗ്യാസുമ്മേ ഞാൻ ഓരോന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പപ്പടം പൊരിച്ചിട്ടുണ്ട്, കൊണ്ടാട്ടമുളക് പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ആ എണ്ണയൊക്കെ തന്നെ ഒരു ചട്ടിക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ ചട്ടിയിൽ എന്താ പറയുക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാബേജ് തോരന്. അപ്പോഴേക്ക് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കണ്ടതാ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് കഴിഞ്ഞ് പച്ചമുളകും അതുപോലെ തേങ്ങയും കൂടി കണ്ട് ചമ്മന്തിയാക്കി പൊടിച്ച് കണ്ട് അതിട്ട് കൊടുക്കണം. അവിയലിന് പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കണില്ല കേട്ടോ. അവിയലിന് നേന്ത്രപ്പഴം ഉണ്ടല്ലോ പച്ച, അത് പിന്നെ അതുപോലെ ക്യാരറ്റ്, എന്താ പറയുക മുരിങ്ങാക്കായ ഒക്കെ ചേർത്തിട്ടാട്ടോ അവിയലും ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് അതിൻ്റെ ഇടയിൽ കൂടെ ചായ കൂടി നടക്കുന്നുണ്ട്. മോനും ഇക്കൊക്കെ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൻ്റെ സ്നേഹിതന് കൊടുന്നിട്ടാണിട്ടത് പ്ലം കേക്കൊക്കെ പെരുന്നാളായിട്ട് അതും പഴംപൊരിയും ദോശയും ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് അവർ ചായയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ മോളും മൈലാഞ്ചി കാണിക്കാൻ കേട്ടോ അവിടെ ഇരുന്നിട്ട് ബെറ്റും വരുന്നിട്ട് ഇന്നലെ ഇട്ട് കൊടുത്തിട്ടുള്ള മൈലാഞ്ചി. അങ്ങനെ അത് അവർ പള്ളിക്കൊക്കെ പോവുകയാണ് കേട്ടോ, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോവുകയാണ്. അപ്പോൾ എല്ലാവരും മാറ്റിലൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നും പണി തന്നെ കേട്ടോ. പെരുന്നാളാണെങ്കിൽ നമുക്ക് പണി കൂടുതലാണ്. പിന്നെ ഞാൻ എല്ലാം ഇതൊന്നും വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ മക്കളെ. ധൃതിയിലുള്ള പണിയാകുമ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും ഉള്ളത് നല്ല സെറ്റാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മോള് ആണെങ്കിലും ഇന്ന് രാവിലെ ഭയങ്കര ഓൾക്കൊരു ഇതിട്ടാ എന്താ പറയുക മാഞ്ഞാളം പറയില്ലേ, അങ്ങനെ ഓൾക്ക് ഇന്നും കഴിച്ചിട്ടില്ല. പഴംപൊരിയാണോയെന്ന് ചോദിച്ചാൽ അതും വേണ്ട. അപ്പോൾ ഒരു ദോശൻ്റെ ഒരു കഷ്ണമായിട്ട് എൻ്റെ അടുത്ത് കഴിച്ചിട്ട്, അപ്പോൾ ഞാൻ ദോശ പുളിയും കറിയൊക്കെ കൂട്ടി കുറച്ച് ബീഫൊക്കെ കൂട്ടി 2 ദോശ കഴിച്ചിട്ടാണ്. അപ്പോൾ അതിനൊക്കില്ല. പിന്നെ ഒരു പഴംപൊരിയും കഴിച്ച്. പിന്നെ പൂളൊക്കെ പറഞ്ഞ് പായസം മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പായസം എടുക്കാൻ വന്നാണ്. അപ്പോൾ ഇപ്പച്ചി പള്ളിക്കന്ന് നിസ്കരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾക്ക് ഐസ്ക്രീം കൊടുന്നിരുന്നു. അപ്പോൾ പെരുന്നാളല്ലേ നനങ്ങാണ്ട് ഐസ്ക്രീമൊക്കെ കൊടുന്ന് കൊടുത്തിട്ട്, അപ്പോൾ ചെറിയൊരു ഐസ്ക്രീം കൊടുന്നു. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ തരാൻ പറഞ്ഞിട്ട്
അപ്പം നിങ്ങൾക്ക് എടുത്ത് കൊടുത്തതാണ്. പിന്നെ നമ്മളിതാ ജുമായ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ചോറ് കഴിക്കുന്നത്. അപ്പോൾ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മുത്തച്ഛന്മാരെ വീട്ടിലൊക്കെ പോയിട്ട് പായസമൊക്കെ കുടിച്ചിട്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചോറ് ഇതാ ഇലക്ക് വെട്ടിക്കാണ്ട് നമ്മൾ ചോറൊക്കെ കഴിക്കാൻ സെറ്റായിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു മാങ്ങച്ചാറ് നല്ല രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല ഇന്നലെ പെരുന്നാളിൻ്റെ ആ വൈകിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സെറ്റ് ചെയ്തിട്ട് ആദ്യം ഉപ്പിട്ട് വെച്ച മാങ്ങ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അച്ചാറിട്ട് പിന്നെ കുണ്ടാട്ടമുളകും നല്ല മാങ്ങച്ചാറും തോരനും അവിയലും പിന്നെ അതാ നമ്മൾ തൈരുണ്ടല്ലോ അടിപൊളി അതും, അതുപോലെ പുളിങ്കറി, ബീഫ് വരട്ടിയത്, ചിക്കൻ പൊരിച്ചത്, അതൊക്കെ കൂട്ടി നമ്മൾ സൂപ്പറായിട്ട് കഴിച്ചിട്ടോ. ഇപ്പം എല്ലാവരും വയറ് നിറച്ചും കുറച്ചും പറയില്ലേ, അതുപോലെയൊക്കെ കഴിച്ച്. അപ്പോൾ ഇക്ക പറയുന്നുണ്ട് എന്തിനാണ് ബിരിയാണി മന്തി ഇതൊക്കെ തന്നെയല്ല സൂപ്പർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിയൽക്കൊക്കെ തൈരൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അവിയലൊക്കെ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ല. അപ്പം ഞാൻ ഈ അവിയൽ ഉണ്ടാക്കുമ്പോൾ തേങ്ങയ്ക്ക് കുറച്ച് ജീരകവും ഒരു ഇല്ലി വേപ്പിൻ്റെ ഒക്കെ ഇട്ട് കാണ്ടതാ അരച്ച് വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വെറും ചോറ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല കൂട്ടാൻ ഉണ്ടാക്കൽ കേട്ടോ. ഒരുപാട് ഉണ്ടാക്കലുണ്ട്, ഒരുപാട് തന്നെ. പിന്നെ ഇതിൻ്റെ പുറമെ പയറുപ്പേരി, പുളിഞ്ചി എല്ലാതും ഉണ്ടാക്കലുണ്ട് കേട്ടോ. പക്ഷേ ഇതിന് എനിക്കാനെ വഹിച്ചിട്ടില്ല. കാരണം രാത്രിയിൽ തന്നെ ഒരുപാട് ഉറക്ക് കുറവ്, ഭയങ്കര ക്ഷീണവും കേടും ഒക്കെ കൂടെ ആയിട്ട് ഈ നോമ്പിന് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പെരുന്നാൾക്ക് ഇങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം കൂട്ടാനുകൾ ഉള്ളത് മതിയല്ല, ഉള്ളത് നല്ല റാഹത്തായിട്ട് സൂപ്പറായാൽ മതി. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലോ ബിരിയാണിക്കോ മന്തിക്കോ ആണെങ്കിലോ ഒന്നും താല്പര്യമില്ല, ഇതുപോലത്തെ ഭക്ഷണം മതി എന്ന് തന്നെ. അപ്പോൾ നമ്മളും തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാലും നല്ല റാഹത്തായിട്ട് എല്ലാവരും നല്ല വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വെക്കുമ്പോൾ വിചാരിച്ചു ഇതൊക്കെ കഴിക്കൂലെന്ന് വിചാരിച്ചിട്ടോ. അപ്പം പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് ഒരുവിധം ചോറൊക്കെ അപ്പം തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ പുളിങ്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ചനങ്ങും പുളിങ്കറി അത്യാവശ്യം നല്ലൊരു മഞ്ഞ കളർ ഉണ്ട്, പക്ഷേ അതിൽ വെള്ള കളർ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പം എനിക്കുണ്ടല്ലോ ഈ വെറുംചോറ് കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പെരുന്നാളാകുമ്പോൾ കൊണ്ടാട്ടമുളകും പപ്പടും അങ്ങനെയൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു പൊറുതിയേടാല്ലേ. പിന്നെ നമ്മൾ ആരെയും പെരുന്നാൾക്ക് ഈ മന്തി ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതാണ്ടാണ് കേട്ടോ. എളുപ്പപ്പണിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യണത്. ഇക്കാക്കും മൂത്ത മോനക്കും ആണെങ്കിലോ വെറും ചോറും ഇങ്ങനത്തെ കൂട്ടാനും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒരു സാധനം വേണ്ട, അത്രയ്ക്കും ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഒരു നിർബന്ധത്തിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ മന്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് രസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ, മുറിച്ചനെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ട് അതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കണ്ട് ചോറുണ്ടല്ലോ. അപ്പോൾ എൻ്റെ മോളുവിന് ഇട്ട് കൊടുത്തതല്ല കേട്ടോ ചോറ്. അപ്പോൾ എൻ്റെ മൂത്ത മോനക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഓന് അങ്ങോട്ട് ഇരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓളവിടെ ഇരുന്നാണ് കേട്ടോ. അപ്പോൾ ഓൾക്ക് ഞാൻ ചോറ് ഇങ്ങനെ വാരി കൊടുക്കാൻ ഇനി ഇല വെക്കണമെന്ന് വെച്ചപ്പോൾ ഒരു ചെറിയ ഇലയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് കൊടുക്കും പിന്നെ വെച്ച് കൊടുത്തിട്ടാ ഇലയിൽ. അപ്പോൾ കൂടുതലുള്ള കഴിക്കണ്ട എന്നൊക്കെ പറയുന്നാലും ഓളവിടെ ഇങ്ങനെ ഇരുന്നാണ്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി. അപ്പോൾ ഓള് വീട്ടിലിട്ടിരുന്ന ആ പാൻറ്റും ടീഷർട്ടും ഉണ്ടല്ലോ, അത് ഓൾക്ക് പെരുന്നാൾക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഓൾക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് എന്ന് പറയാൻ ഈ മീഡിയം ടോപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മീഡിയം ടോപ്പ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഇനി ഒരുങ്ങാമെന്ന് വിചാരിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ഓള് പിന്നെ അതിലൊക്കെ എന്തൊക്കെ വൃത്തിയേടാക്കുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാൾക്ക് പിന്നെ ഒരു പുതിയതായിട്ട് കൂടി മതിയല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ഇട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ അവൾക്ക് ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് ഞങ്ങൾ വൈകുന്നേരമാണ് ഇട്ടത്. അപ്പോൾ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ചോറ് നിലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ്. അപ്പോൾ ഈ പോരാൻ നേരത്താണ് മാറ്റി ഒരുക്കി കൊടുത്തത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.